നമസ്കാരം മക്കളെ. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം. അപ്പൊ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും ഇപ്പോൾ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും വിശകലനക്കുറിപ്പിന്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ചോദ്യം പരിചയപ്പെടുന്നു. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് വിശകലനം ചെയ്യുക എന്നതാണ് ചോദ്യം. അപ്പൊ ഏത് ചോദ്യം വന്നാലും വിശകലനക്കുറിപ്പാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം, ഒരു തുടക്കം ഉണ്ടായിരിക്കണം. ഒരു തുടക്കം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഏത് ചോദ്യം തന്നു കഴിഞ്ഞാലും ആ ചോദ്യത്തിന്റെ എന്താണോ വിശകലനം ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്യണം, ഒരു തുടക്കം, ഒരു ഇൻട്രഡക്ഷൻ എന്ത് ചെയ്യുക നമുക്ക് ഉണ്ടാവണം. എന്താണ് ഈ തുടക്കമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മളോട് എന്ത് ചോദിക്കാറുണ്ട്, ഇപ്പൊ ചോദിക്കുന്നത് ഗ്രാമശ്രീകളിലാണ് എന്ത് വരുന്നത്, വിദ്യാലയം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടത്തനാട്ട് മാധവിയമ്മ എഴുതിയിട്ടുള്ള മനോഹരമായ കവിതയാണ് ഗ്രാമശ്രീകൾ എന്ന് എന്ത് ചെയ്യാം പറയാം. ആ കവിതയിൽ എന്ത് ചെയ്യുന്നു, കർഷക സ്ത്രീകളോട് ചോദിക്കുകയാണ്, ഏത് വിശ്വവിദ്യാലയത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ കലാസൃഷ്ടി പഠിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ ആ കവിത പരിചയപ്പെടുത്തുന്ന സമയത്ത് എന്തായി, അതൊരു തുടക്കമായി. അങ്ങനെ എന്ത് ചെയ്യുക, ഏത് ഭാഗത്തും ഏത് കൃതിയിൽ നിന്നാണോ ചോദ്യം ഉണ്ടാവുന്നത് അപ്പൊ ഒരു തുടക്കത്തിലായിരിക്കണം. ഒരു തുടക്കം എന്ത് ചെയ്യണം, നമുക്ക് വിശകലനക്കുറിപ്പിൽ ഉണ്ടായിരിക്കണം. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ വിശകലനം, അതിലെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ എഴുതേണ്ടത്. അവസാനം എന്താവണം, ഒരു ഒടുക്കം അല്ലെങ്കിൽ ഒരു ഉപസംഹാരം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആശയം വ്യക്തതയായിരിക്കണം. എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിലായിരിക്കണം നിങ്ങളുടെ ആശയം എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണോ അതിൽ പറയാനുള്ളത് അത് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, അത് വായിക്കുന്ന ആൾക്ക് അനുഭവപ്പെടണം. അപ്പൊ ആശയ വ്യക്തത ഉണ്ടായിരിക്കണം. ഗുണദോഷങ്ങൾ നിങ്ങൾക്ക് പറയാം. ഇപ്പോ പ്ലാസ്റ്റിക്കിന്റെ സ്വാധീനത്തെ കുറിച്ച് വിശകലനം ചെയ്ത് തയ്യാറാക്കുക എന്ന് പറയുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന ഗുണങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ അതിന്റെ വിവിധ വശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഉചിതമായ ഭാഷയിൽ അനുയോജ്യമായ ചിഹ്നങ്ങൾ ചേർത്താണ് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഇതൊരു പൊതു രീതിയാണ്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുന്ന ഒരു പൊതു രീതി ഇങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ അതിൻ്റെ ഒരു തുടക്കം കൊടുക്കുന്നു. അപ്പൊ മാഷ് ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: വിദ്യാലയം എന്നത് അറിവ് പകരുന്നതാണ്. വിശ്വം എന്ന വിദ്യാലയം അറിവ് പകരുന്നതാണ്. അതായത് വിദ്യാലയം, സ്കൂൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിവ് തരുന്നു. ലോകം എന്താണ്, ലോകം എന്ന് പറയുന്നത് നമ്മുടെ ലോകം, അത് നമുക്ക് അറിവ് തരുന്നതാണ്. എങ്ങനെയാണ്, ജീവിത അനുഭവങ്ങളാണ് എവിടെ നിന്ന് ലഭിക്കുന്നത്, ലോകത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത്. എല്ലാവർക്കും അറിവ് നൽകുന്ന വിദ്യാലയമാണ് ലോകം. ഇവിടെ പ്രകൃതി മനുഷ്യന് ജീവിത പാഠങ്ങൾ നൽകുന്നു. പ്രകൃതിയുടെ ഓരോ പ്രവർത്തനങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട മഹത്വത്തെയും ശ്രദ്ധിക്കേണ്ട വസ്തുതകളെയും പഠിപ്പിക്കുന്നതാണ്. പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും ഇത്തരത്തിൽ ഓരോ പാഠമാകുന്നതിലൂടെ വിശ്വവിദ്യാലയം എന്ന ആശയം വളരെ അനുയോജ്യമാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ലോകം, ആ ലോകത്തിലുള്ള ഓരോ മൊമെന്റിലും, ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വവിദ്യാലയം, ലോകം നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് അറിവുകൾ പകർന്നു തരുന്നു എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വിശ്വവിദ്യാലയം എന്ന വാക്ക് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ചോദ്യം കൂടി പരിചയപ്പെട്ടാലോ? മഞ്ജുളം ഈ കലാസൃഷ്ടിക്ക് മുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. വളരെ മഹത്തരമായ, വളരെ മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ, ഇവിടെ കലാസൃഷ്ടി എന്ന് പറയുന്നത് കൃഷിയാണ്. ഈ കൃഷിക്ക് മുന്നിൽ, ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ എന്ത് ചെയ്യാണ്, ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു, ഭക്തിപൂർവ്വം അഞ്ജലി അർപ്പിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അങ്ങനെയാണ് ചോദ്യം ഇതാണ്: കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ, വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് കൃഷി ഒരു കലാസൃഷ്ടിയാണെന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. മക്കളെ, ലോകത്ത് ഒരുപാട് കലകളുണ്ട് അല്ലെ. പാട്ട് നമ്മൾ പറയാറുണ്ട്, നൃത്തം പറയാറുണ്ട്, ചിത്രരചന പറയാറുണ്ട്. അതുപോലെ തന്നെ കൃഷി എന്താണ്, ഒരു കലാസൃഷ്ടിയാണെന്നാണ് ആര് പറയുന്നത്, കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത്. അതിന് ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ തരുന്നുണ്ട്. ഞാറ് നടുന്നതിലെ ഭംഗി അല്ലെ, ചേറിൽ എന്ത് ചെയ്യുന്നു, ചേറില് എന്ത് ചെയ്യാണ്, ഞാറ് നട്ട് അവിടെ എന്തുണ്ടാക്കുന്നു, അവിടെ വിളവുണ്ടാക്കുന്നു. അതൊക്കെ എന്താണ്, ഒരു കഴിവാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ബഹുമാനിച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് പോകാം. ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുമ്പിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ഞാറ് നടുന്ന അവരുടെ വൈഭവം എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവ്.
കൊണ്ടുതന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു. വയലിൽ നിരനിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നുണ്ട്. അപ്പോൾ 2 ചോദ്യങ്ങളോടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എങ്ങനെയാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന് പഠിച്ചു. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ കൂടുതൽ പാഠങ്ങളിലെ ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും വരാം. അപ്പൊ മക്കളെ, ഇപ്പൊ മാഷിന് നിങ്ങളോട് പറയാൻ നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതേണ്ടത് എന്നുള്ള രീതിയും, നമ്മളിപ്പോ ഓണപരീക്ഷയാണ്, ആ പരീക്ഷയുടെ മുന്നേ ഒരു മോഡൽ എക്സാമും ഒക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് മുന്നോട്ടേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിന്റെ പുതിയ ബാച്ച് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നിങ്ങൾ എക്സാമിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ചില കൺഫ്യൂഷൻസ് നിങ്ങളെ നേരിടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കണം, അതുപോലെ ഏതൊക്കെ ഭാഗത്താണ് നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏത് രീതിയിൽ എഴുതിയാൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് നേടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഘട്ടങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടാണ് എന്ത്, നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ മാത്സിന്റെയും അതുപോലെ ഇംഗ്ലീഷിന്റെയും ഫൗണ്ടേഷൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം, അതൊരു വിശ്വ ഭാഷയാണ്. ലോകമാകലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്കൊരു നല്ല ലാംഗ്വേജ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാത്സും നമ്മുടെ എക്സാമുകൾക്ക്, മുന്നോട്ടുള്ള എക്സാമുകൾക്ക് ഏറെ പ്രചോദനമാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മാത്സിന്റെ ഫൗണ്ടേഷൻ കൂടി ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഇത് ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഓണം വരെ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഈ അക്കാദമിക് ഇയർ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ബാച്ചിന്റെ സേവനം ലഭിക്കുന്നു. അപ്പൊ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യാം, ഒരു ഡിസ്ക്രിപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിനകത്തേക്ക് കയറുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ അത് നിങ്ങളുടെ പേര്, ക്ലാസ്, മീഡിയം, മൊബൈൽ നമ്പർ മാത്രം ഒന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് അല്ല. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യാണ്. രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം എന്ത് ചെയ്യാണ്, നിങ്ങൾ ലോക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എജുപോർട്ട് നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എജുപോർട്ടിലെ ക്ലാസ്സുകൾ കാണണോ, നിങ്ങൾക്ക് എജുപോർട്ടിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സൗജന്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, എജുപോർട്ടിന്റെ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാണാൻ, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ആദ്യത്തെ ചാപ്റ്റർ, നമുക്കറിയാം ഓണം എക്സാമിന് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുക, അതിൽ നിന്നാണ് ആദ്യം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടി പറ്റും. അത് കണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായി, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായിട്ട് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നമ്മുടെ ബാച്ചിന് എന്ത് ചെയ്യേണ്ടുള്ളൂ, പെയ്ഡ് ചെയ്ത് ആ ബാച്ച് വാങ്ങേണ്ടുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടി ഇപ്പൊ ലഭിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക. ഒപ്പം നമ്മുടെ ലൈവുകൾ, PDF-കൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു A+ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. A+ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ കൂടി എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഓണം എക്സാമിന് നല്ല കോൺഫിഡൻസ് ആയി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.